നമസ്കാരം, നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഉപയോഗത്തിനെതിരെ ടെസ്ല സ്ഥാപകനും സ്പേസ് എക്സ് മേധാവിയുമായ ഇലോൺ മസ്ക് രംഗത്ത്. തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്താൻ സാധ്യതയുള്ളതിനാൽ ഇവിഎമ്മുകൾ ഉപേക്ഷിക്കണമെന്ന് ഇലോൺ മസ്ക് സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചിരുന്നു. ഈ അടുത്ത് നടന്ന ഒരു തിരഞ്ഞെടുപ്പിൽ ഇവിഎമ്മിൽ തിരിമറി നടന്നു എന്ന മാധ്യമ പ്രവർത്തക പങ്കുവച്ച റോബർട്ട് കെന്നഡി ജൂനിയറിന്റെ എക്സ് പോസ്റ്റ് പങ്കുവച്ചുകൊണ്ടാണ് മസ്കിന്റെ ഈ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. നിർമ്മിത ബുദ്ധിയോ മനുഷ്യരോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നും എലോൺ മസ്ക് പറഞ്ഞു. ഇവിഎമ്മിന്റെ വിശ്വാസ്യതയെ ചൊല്ലി ഇന്ത്യയിലും വിവാദങ്ങൾ നിലനിൽക്കുകയാണ് എന്നും മസ്ക് പരാമർശിച്ചു. ഇലോൺ മസ്കിന്റെ പ്രസ്താവനയ്ക്കെതിരെ ബിജെപി നേതാവും മുൻ കേന്ദ്ര ഇലക്ട്രോണിക് IT വകുപ്പ് സഹമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്ര നിർമ്മാണത്തിൽ ഇലോൺ മസ്ക് പരിശീലനം നൽകാൻ തയ്യാറാകണമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. സുരക്ഷിതമായ ഡിജിറ്റൽ ഹാർഡ്വെയറുകൾ നിർമ്മിക്കുന്നത് ആർക്കും സാധ്യമല്ല എന്ന് ഇലോൺ മസ്കിന്റെ വാദം അംഗീകരിക്കാനാകില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സാധാരണ കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചും അവയെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചുകൊണ്ടുമുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ നിലവിലുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പ്രസ്തുത നിലപാടിന് ബലം ലഭിച്ചേക്കാം. എന്നാൽ ഭാരതം നിർമ്മിക്കുന്നതും നമ്മൾ ഉപയോഗിച്ചു വരുന്നതുമായ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ തികച്ചും സുരക്ഷിതമായി രൂപപ്പെട്ടവയാണ്. ഇന്റർനെറ്റ്, ബ്ലൂടൂത്ത്, വൈഫൈ തുടങ്ങിയ കണക്ടിവിറ്റി സംവിധാനങ്ങൾ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നിർമ്മിക്കുമ്പോൾ തന്നെ ഉള്ളിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭാരതത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഇലോൺ മസ്കിനെ പോലെയുള്ളവർ മനസ്സിലാക്കണം. ഭാരതത്തിലെ പോലെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഇവിഎമ്മുകൾ ലോകത്തെവിടെയും നിർമ്മിക്കാൻ കഴിയും. ആവശ്യമെങ്കിൽ അതിനാവശ്യമായ പരിശീലനം ഇലോൺ മസ്കിന് നൽകാൻ തയ്യാറാകണമെന്നും മറുപടി നൽകിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചു. ചിലർ അവകാശപ്പെടുന്നത് പോലെ ഇവിഎമ്മുകൾ എങ്ങനെ വിദൂരമായി ഹാക്ക് ചെയ്യാമെന്ന് കാണിക്കാൻ 2017 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിച്ചിരുന്നു. NCPയും CPMും മാത്രമാണ് പങ്കെടുത്തത്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഇവിഎം സാങ്കേതിക വിദ്യകളുടെ ഒരു ശ്രേണിയാണ് US ഉപയോഗിക്കുന്നത്. മസ്കിന്റെ അവകാശവാദങ്ങളെക്കുറിച്ച് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ല. എന്നിരുന്നാലും മുംബൈയിലെ തിരഞ്ഞെടുപ്പ് അധികാരികൾ ഇവിഎം ഹാക്ക് ചെയ്യാനുള്ള ശ്രമത്തെക്കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് നിഷേധിക്കുകയും 2 പ്രസിദ്ധീകരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്.